ബാലൻ ദ ബോയ് എന്തൊരു പടം. അതിന്റെ ഓരോ ഷോട്ട്സും ഇപ്പോഴും നമ്മളെ കണ്ടിറങ്ങി ഇപ്പൊ 3-4 മണിക്കൂറായി, ഇപ്പോഴും മനസ്സ് നിൽക്കുകയാണ്. മഞ്ഞുമൽ ബോയ്സിന്റെ ഡയറക്ടർ ചിദംബരമാണ് ഇതിന്റെ ഡയറക്ടർ. അപ്പം എന്തൊരു സത്യം പറഞ്ഞ അവാർഡ് വിന്നിങ് പടം തന്നെയാണ്. ഈ 100 കോടി 200 കോടി അടിക്കുമെന്ന് അറിയില്ല. പക്ഷെ അത്രത്തോളം നല്ല പടം. 1 മിനിറ്റ് പോലും ലാഗില്ലാതെ പടം സ്ലോ ആയിട്ട് പോണെങ്കിലും പക്ഷെ നമ്മളെ പിടിച്ചിരുത്തും. അങ്ങനത്തെ പടമാണ്. അപ്പൊ അതിന്റെ ലൊക്കേഷൻ ആവട്ടെ, ക്യാമറ ആംഗിൾ ആവട്ടെ, അഭിനയം ആവട്ടെ, ഇതുപോലത്തെ ഹോളിവുഡ് റേഞ്ചാണ് കേട്ടോ. അത്രത്തോളം നല്ല പടം. പിന്നെ ടൊവിനോയുടെ അഭിനയം, ടൊവിനോയുടെ ബെസ്റ്റ് അഭിനയമാണ്. അതുപോലെ ആ കൊച്ചു പയ്യന്റെ അഭിനയം, ആ പയ്യൻ വളരുമ്പോഴുള്ള അഭിനയം, രണ്ടുപേരും ഭയങ്കര എത്ര നല്ല പടമാണ്. അതുപോലെ അവന്റെ അമ്മയുടെ അഭിനയം, എല്ലാവരും അഭിനയം കൊള്ളാം. ഫുൾ നാച്ചുറലിസ്റ്റിക് ഡ്രാമാറ്റിക് മൂവിയാണ്. ഈ മൂവി കണ്ടിറങ്ങിയ ശേഷം എന്തായാലും ഈ മൂവിക്ക് നല്ലൊരു അവാർഡ് കൊടുക്കണം. ഓസ്കാർ ആണോ അറിയില്ല, പക്ഷെ നല്ലൊരു അവാർഡ് വിന്നിങ് പടം തന്നെയാണ് ബാലൻ ദ ബോയ്. അപ്പൊ എനിക്ക് അത്രത്തോളം ഇഷ്ടപ്പെട്ടു. ഇത് എങ്ങനെ പറയാൻ, ആ ആംഗിളും ക്യാമറ ആംഗിളും ആ ലൊക്കേഷനും മൊത്തത്തില് എനിക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാറില്ല കേട്ടോ, ടെക്നിക്കലായിട്ട് പറയാറില്ല. പക്ഷെ അത്രത്തോളം നല്ല പടമാണ്. സ്ക്രിപ്റ്റ് റൈറ്റർ ആവട്ടെ, ഡയറക്ടർ ആവട്ടെ, ആക്ടേഴ്സ് ആവട്ടെ, അതുപോലെ പോലീസ് ഓഫീസർ ഉണ്ട്. അപ്പോ എല്ലാരും നോ വേർഡ്സ്. ബെസ്റ്റ് മൂവി, നല്ല മൂവി. ഫീൽ ഗുഡ് എന്ന് ചോദിച്ചാൽ ഫീൽ ഗുഡ്, ത്രില്ലിംഗ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ത്രില്ലിങ്. അതുപോലെ എല്ലാം കൊണ്ടും നല്ല പടമാണ്. കോമഡി ഉണ്ട് കേട്ടോ, കോമഡി ഉണ്ട്. അപ്പോ ബെസ്റ്റ് മസ്റ്റ് വാച്ചബിൾ മൂവിയാണ് ബാലൻ ദ ബോയ്. ശരിയാ.